എന്താണെന്നറിയില്ല. ഇന്ന് പതിവില്ലാണ്ട് ഉച്ചയൂണിന് മുൻപ് വല്ലാത്തൊരു വിശപ്പായിരുന്നു കേട്ടോ. വിശപ്പെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണ് കാണാൻ പറ്റാത്തത്ര വിശപ്പായിരുന്നേ. അങ്ങനെ നേരെ പോയി നോക്കിയപ്പോൾ നമ്മുടെ വേലിയതക്കിൽ അടിപൊളിയായിട്ട് ചുക്രുമാണി ഇല നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മൈസൂർ ചീരാന്നും വേലിച്ചീരാന്നും മധുരച്ചീരാന്നും ഇംഗ്ലീഷ് ചീരാന്നൊക്കെ പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഇളം കതിരുകൾ കുറച്ച് അങ്ങോട്ട് നുള്ളിയെടുത്തു. ഏകദേശം ഒരു പിടുത്തം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാതും ഇതേപോലെ ഇലയൊക്കെ നുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടും കൂടെ നമുക്ക് അധികം മൂപ്പല്ലാത്തത് ഒടിച്ച് കറി വെക്കാം. പക്ഷേ തണ്ട് എനിക്ക് കടിക്കുന്നത് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇല മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പിടുത്തം ഇല ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു പകുതി സവാള കൊത്തി അരിഞ്ഞതും കൂട്ടി നല്ലപോലെ ഒന്ന് വഴറ്റി അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ പോഷക ചീരയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു 2 മുട്ട കൂടി പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ എൻ്റെ ഉപ്പ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു പിടുത്തം ചിരകെ തേങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് പിന്നെ നമ്മൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ചോറിൻ്റെ കൂട്ടത്തിലല്ല, ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി തിന്നാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ കഴിക്കാത്തവർ കഴിച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.